ജനാബത്ത് കുളിയുടെ പരിപൂർണ രൂപം എന്നുള്ളത് സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധം, ആർത്തവം, സ്ഖലനം, അതുപോലെ പ്രസവ രക്തം എന്നീ കാരണങ്ങളൊക്കെ ഉണ്ടായാൽ വലിയ അശുദ്ധി നിർബന്ധമാകും. അതായത് കുളിക്കൽ എന്താവും നിർബന്ധമാകും. കുളി ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്താവുക, മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ നിയത്ത് വെക്കുക, ഇനി അറബിയിലാണെങ്കിൽ നവൈതു റഫ് അൽ ഹദസി എന്താവുക നിയത്ത് വെക്കുക. എന്നിട്ട് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറഞ്ഞിട്ട് കുളി ആരംഭിക്കൽ എന്താണ് സുന്നത്താണ്. കുളി ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് കൈകളുടെയും ഇത് ഈ മണിബന്ധം കണ്ടത്, ആ മണിബന്ധം വരെ എന്താവുക രണ്ട് കൈകളും വൃത്തിയായിട്ട് കഴുകുക. അതിനുശേഷം നമ്മുടെ ഗുഹ്യ ഭാഗങ്ങൾ നല്ലോണം കഴുകി വൃത്തിയാക്കി അവിടെയുള്ള മാലിന്യങ്ങളൊക്കെ എന്താവുക നീക്കം ചെയ്യുക. ഗുഹ്യ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കിയ ശേഷം നമ്മൾ നിസ്കാരത്തിന് മുന്നോടിയായിട്ട് വുദൂഅ് ചെയ്യുന്നത് പോലെ എന്താവുക പരിപൂർണമായിട്ടൊന്ന് വുദൂഅ് ചെയ്യുക. ഇത് സുന്നത്തായ കാര്യമാണ്. പിന്നെ ഈ വുദൂഅ് ചെയ്യുമ്പോൾ തന്നെ ഈ വായിൽ വെള്ളം കുപ്പിളിക്കുന്നതും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ ചിലവർ കാല് കഴുകൽ കുളിയുടെ അവസാനത്തേക്ക് വെക്കലുണ്ട്, അതിന് വിരോധമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ വുദൂഅ് ചെയ്ത് കഴിഞ്ഞു. ഇനി വുദൂഅ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ കൈവിരലുകൾ വെള്ളത്തിൽ നനച്ചിട്ട് നമ്മുടെ തലമുടികൾക്കിടയിലൂടെ എല്ലായിടത്തും കൂടി ഈ വിരലുകൾ ഇങ്ങനെ ചലിപ്പിക്കുക. തലയോട്ടി വരെ എന്താവണം ഈ വെള്ളം തട്ടണം. അതായത് മുടിയുടെ ഓരോ നാരുകളിലും വെള്ളം തട്ടൽ നിർബന്ധം തന്നെയാണ്. അപ്പോൾ അതിങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഒരു 3 പ്രാവശ്യം ഇങ്ങനെ തലിമക്ക് വെള്ളം ഒഴിച്ചാൽ എന്താവും, നമ്മൾ ഈ ഇടതൂർന്ന മുടിയാണെങ്കിൽ പോലും അതുപോലും എന്താവും അതിനിടയിലൂടെ എന്താവും വെള്ളം ചേരാൻ എന്താവും ഈ പ്രവൃത്തി നമ്മളെ സഹായിക്കും. തല കഴുകി കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്താവുക നമ്മുടെ ആദ്യം വലത് ഭാഗത്തേക്കും പിന്നെ ഇടത് ഭാഗത്തേക്കും എന്താവുക വെള്ളം ഒഴിക്കുക. കൈകൊണ്ട് എന്താവുക ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഉരച്ചു കൊടുക്കലും എന്താണ് സുന്നത്താണ്. കക്ഷം, അതേപോലെ ചെവികൾക്കിടയിൽ, അതേപോലെ നമ്മുടെ പൂക്കള്, ഈ വിരലുകൾക്കിടയിൽ ഇതിലൊക്കെ വെള്ളം എത്തിക്കണമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ശരീരത്തിൻ്റെ ഒരു ഭാഗവും നനവ് വരാതെ അതായത് ഉണങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പറ്റൂല. അപ്പോൾ ഇതാണ് ഈ ഒരു കുളിയുടെ പരിപൂർണമായ രൂപം. ഇതിലിപ്പോൾ സുന്നത്തായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അറിവ് ചിലപ്പോൾ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും, അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ഫറലായ കുളിയാണ്. ഇത് ശരിയായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കുളിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യണ ഒരമലും ഒന്നും സ്വീകരിക്കൂല. കാരണം നിർബന്ധമായ കുളിയാണ്. ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.